ചാനൽ. ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി ഇന്ന് പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ എർലാങ്കനിൽ പുതിയ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. രസം. ഓക്കെ, രസം ഭയങ്കര ഒരു യൂണീക്ക് ആയിട്ടുള്ള പേരല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ എല്ലാവരോടും രസത്തിലോട്ട് പോവാണ്. പിന്നെ ഒഫീഷ്യലി സമ്മർ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലിയർ സ്കൈയും പിന്നെ നല്ല സണ്ണി വെതറും ആണ്. അപ്പം ഞങ്ങള് ഒരു സമ്മർ എൻജോയിങ് കൂടെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയത്. എന്തായാലും ഉച്ചയ്ക്ക് ഇന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. രാവിലെ തന്നെ ശ്രീനേട്ടം പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്. ഇവിടെ സൺഡേസ് എല്ലാ കടകളും അവധി. അപ്പം നമ്മൾ സാറ്റർഡേ തന്നെ എല്ലാം ഒരു വീക്കിനേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു വെക്കും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ രാവിലെ കഴിഞ്ഞതും കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആണ്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാം, ലഞ്ച് കഴിക്കാം, കുട്ടികളെയും കൊണ്ട് കുറച്ച് സിറ്റിയൊക്കെ ഒന്ന് കണ്ട്. വൈകുന്നേരം ഞങ്ങൾ ജീനുവിൻ്റെ വീട്ടിലാണ് ഇന്ന് ചീട്ടുകളിയും പിന്നെ ഡിന്നറും. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ജീനുവിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ ഫുൾ പാക്ഡ് ആണ്. വേറെ ഒരു കാര്യം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണില്ല. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ വരും ലഞ്ച് കഴിക്കാൻ. പോകുന്ന വഴിക്കത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഫുൾ കവർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ പോയാലോ? ബൈഗക്കുട്ടി എവിടെ പോവാടാ? രസം. സൗപ്പുക്കുട്ടി, നിനക്ക് എന്തു അടിയുന്ന ഇഷ്ടം അവിടുന്ന് കഴിക്കാൻ? ദോശ. ഇന്നലെ നമ്മള് ചോറും രസമായി കഴിച്ചത് വീട്ടിലല്ലേ. അപ്പൊ ഇന്ന് നമ്മള് രസത്തിലോട്ട് പോവാം. ട്രെയിനേട്ടം ഫുൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എനിക്ക് വയ്യ. പൊളിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സമ്മർ ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ പുറത്ത് വരും ലഞ്ച് കഴിക്കാൻ. എല്ലാവരും പുറത്തിരുന്നിട്ടായിരിക്കും ലഞ്ചൊക്കെ കഴിക്കുക. പിന്നെ എങ്കിലേ എല്ലാവരും പലതരത്തിലെ ഡ്രിങ്ക്സും ബിയറും എല്ലാം കുടിക്കും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും പുറത്ത് വരും. ഞങ്ങൾ അങ്ങനെ രസത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സൗത്ത് ഇന്ത്യൻ കുസീൻ ആൻഡ് ബാർ. ഞങ്ങൾ രസത്തിൽ പോയിട്ട് രസത്തിൻ്റെ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ റിവ്യൂ ഞാൻ തരാം കേട്ടോ. ഭയങ്കര എക്സ്പെക്റ്റേഷനായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് നോക്കാം. പിന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് സേതു ഉണ്ട്, എൻ്റെ ഫുഡ് പാർട്ട്ണർ. എല്ലാ ഫുഡ് ബ്ലോഗിലും കാണും. അപ്പോൾ നമുക്ക് കയറിയിട്ട് നോക്കിയാലോ? पधारो हमारे देश. लमनाडे क्लासिक लस्सी ऐड भी है. Thank you. Okay, the thing is, we both said we both will share. Every time we share something, we like whatever we get. You know what? I like mine's better. I like mine's better. I got strawberry lassi. Mine's
ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ രസത്തിൽ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഗൈസ്. ലഞ്ചൊക്കെ കുഴപ്പമില്ലായിരുന്നു. റേറ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഞങ്ങൾ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. കഴിച്ച സാധനങ്ങളിൽ ഐ ക്യാൻ ഗിവ് ഒരു 6.5 out of 10. ഫുഡ് വാസ് ഗുഡ്. ക്വാണ്ടിറ്റി വാസ് ആക്ച്വലി വെരി ഗുഡ്. ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിച്ചത് കഴിക്കാനൊന്നും ഒത്തിരി ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പാർസൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് കേട്ടോ. സോ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? കം. ബാക്കി വന്ന ഫുഡ് ഇതാ ഗൈസ്. ഞങ്ങൾ കുറേ അറിയാതെ കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിച്ചു. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ലഞ്ചെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ജീനുവിൻ്റെ അടുത്ത് പോവും. ജീനുവിൻ്റെ അടുത്ത് ഇന്ന് വൈകിട്ട് ഡിന്നർ അവിടെയാണ്. ഞങ്ങൾ ചീട്ടുകളിയും ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഇന്ന് അവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തന്നെ നിർത്തുന്നു. അപ്പം ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗുഡ് സാറ്റർഡേ. ബൈ ഗൈസ്.